യാത്ര. കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ വിധി മാറ്റി എഴുതിയ ഒരു യാത്ര. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇനി കാണുന്ന തിളങ്ങുന്ന കേരളമില്ലേ? വലിയ വീടുകൾ, ആധുനികമായ ഹോസ്പിറ്റലുകൾ, കാറുകൾ. ഇതിനു പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം മലയാളിക്കൊരു വികാരമാണ്: ഗൾഫ്. നമ്മുടെയൊക്കെ അച്ഛനമ്മമാരോ വല്യച്ഛന്മാരോ സഹോദരങ്ങളോ മണലാരണ്യത്തിൽ ഒഴുക്കിയ വിയർപ്പാണ് ഇന്നത്തെ കേരളത്തിന്റെ ഇന്ധനം. എങ്ങനെയാണ് ഒരു പ്രവാസം നമ്മുടെ നാടിന്റെ DNA മാറ്റിയത്? വെറും ഒരു ദരിദ്ര സംസ്ഥാനമായിരുന്ന കേരളം എങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറി? ഇന്ന് നമുക്ക് ആ കഥ പറയാം. മണൽക്കാറ്റിൽ വിരിഞ്ഞ നമ്മുടെ കേരളത്തിന്റെ കഥ. എന്റെ പേര് ദിലു ദിനേശ്. വെൽക്കം ടു ടിലു വേൾഡ്. നമുക്ക് 1960കളിലേക്കൊന്ന് പോകാം. ഇന്നത്തെ കേരളമല്ല അത്. ദാരിദ്ര്യം പടർന്നു പിടിച്ചൊരു കാലം. കൃഷിപ്പണി എടുത്താൽ പോലും വൈകുന്നേരം കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത അവസ്ഥ. യുവതലമുറയ്ക്ക് ജോലിയില്ല, വീടുകളിൽ പട്ടിണി. ഈ സമയത്താണ് ഒരു പ്രതീക്ഷയുടെ കിരണം വരുന്നത്. കടലിനക്കരെ അങ്ങ് അറബിനാട് എന്നൊരു സ്വർണ്ണ ഖനി ഉണ്ടെന്ന വാർത്ത പടരുന്നു. അവിടെ പോയാൽ രക്ഷപ്പെടാം, വീട്ടിലെ ദാരിദ്ര്യം മാറ്റാം. പക്ഷേ അന്ന് വിസ ഇല്ല, പാസ്പോർട്ട് ഇല്ല, വിമാനമില്ല. പിന്നെയുള്ള വഴി എന്താണ്? അതിൽ ജീവൻ പണയം വെച്ചുള്ള യാത്ര. ആ യാത്രകളെക്കുറിച്ച് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. മാസങ്ങൾ നീളുന്ന യാത്രയാണത്. വഞ്ചിയിൽ പട്ടിണിയും അസുഖങ്ങളും. പലരും കടലിന് നടുവിൽ വെച്ച് മരിച്ചു പോകും. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് അധികാരികളെ പേടിച്ച് കടലിലേക്ക് ചാടേണ്ടി വന്നവർ പോലും അനവധി. എന്തിനായിരുന്നു ഇത്രയും വലിയ റിസ്ക് എടുത്തത്? തൻ്റെ അനിയത്തിയുടെ കല്യാണം നടത്താൻ, തകർന്നു വീഴാറായ വീടൊന്നു ശരിയാക്കാൻ, പ്രായമായ മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങാൻ. ഇതൊരു യാത്രയായിരുന്നില്ല, മറിച്ച് ദാരിദ്ര്യത്തിൽ നിന്നുള്ള മലയാളിയുടെ പലായനമായിരുന്നു. 80കളിലും 90കളിലും ഗൾഫുകാരൻ എന്നാൽ ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു. നാട്ടിലേക്ക് വരുന്ന ഗൾഫുകാരൻ്റെ കയ്യിലുള്ള ആ ഗൾഫ് പെട്ടി, അതിൽ ലെക്സ് സോപ്പിൻ്റെയും വിദേശ പെർഫ്യൂമിൻ്റെയും മണമായിരിക്കും. അത് വെറും ഒരു പെട്ടിയല്ല, ഒരു നാടിൻ്റെ സ്വപ്നങ്ങളായിരുന്നു. കാസറ്റുകൾ, ടോർച്ചുകൾ, പൗഡറുകൾ, ഇതൊക്കെ കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പിന്നീട് കണ്ടത് കേരളത്തിൻ്റെ മാറ്റമാണ്. ഓലപ്പുരകൾ മാറി കോൺക്രീറ്റ് കൊട്ടാരങ്ങൾ ഉയർന്നു, സൈക്കിൾ മാറി സ്കൂട്ടറുകൾ വന്നു. ഗൾഫിൽ നിന്നുള്ള പണം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അടിമുടി മാറ്റിമറിച്ചു. ഗൾഫ് പണം വന്നതോടെ കേരളത്തിൽ 2 വലിയ മാറ്റങ്ങളുണ്ടായി. സാധാരണക്കാരൻ്റെ മക്കൾ പോലും എഞ്ചിനീയർമാരും ഡോക്ടർമാരുമായി. വിദേശ പണം ഉപയോഗിച്ച് ലോക നിലവാരമുള്ള ഹോസ്പിറ്റലുകൾ ഇവിടെ ഉണ്ടായി. ജാതിക്കും മതത്തിനുമപ്പുറം മനുഷ്യനെ വളർത്തിയത് ഗൾഫിൽ നിന്നുള്ള അധ്വാനമായിരുന്നു. ഒരു സാധാരണക്കാരൻ പണക്കാരനാകുന്നത് നമ്മൾ കണ്ടു. കേരളത്തിൽ മിഡിൽ ക്ലാസ് എന്നൊരു വിഭാഗം ഉണ്ടായത് തന്നെ ഗൾഫ് കാരണമാണെന്ന് പറയേണ്ടി വരും. പക്ഷേ സുഹൃത്തുക്കളെ, ഇതിനെല്ലാം വലിയൊരു വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നാം കാണുന്ന ഈ വലിയ വീടുകളിൽ ആ ഗൾഫുകാരൻ എത്ര ദിവസം താമസിച്ചിട്ടുണ്ട്? സ്വന്തം മക്കൾ വളരുന്നത് കാണാൻ കഴിയാത്ത അച്ഛന്മാർ, അമ്മയുടെയോ അച്ഛൻ്റെയോ മരണസമയത്ത് ഒരു നോക്ക് കാണാൻ പോലും കഴിയാത്ത മക്കൾ, വർഷങ്ങളോളം ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യമാർ, 50 ഡിഗ്രി ചൂടിലെരിയുമ്പോഴും നാട്ടിലെ വീട്ടിലേക്ക് 1 രൂപയെങ്കിലും കൂടുതൽ അയക്കാൻ വേണ്ടി സ്വന്തം വിശപ്പ് മാറ്റിവെച്ചവരാണവർ. ഓരോ ഗൾഫുകാരുടെയും പിന്നിൽ ഒരു വലിയ ത്യാഗത്തിൻ്റെ കഥയുണ്ട്. ഇന്ന് കാലം മാറി. സ്വദേശിവൽക്കരണവും മറ്റ് പ്രതിസന്ധികളും കാരണം പലരും മടങ്ങി വരുന്നു. ഗൾഫ് പഴയ പോലെ അത്ര ഈസിയല്ല. എങ്കിലും മലയാളി പുതിയ വഴികൾ കണ്ടെത്തുന്നു. ലേബർ ജോലികളിൽ നിന്ന് IT, ബിസിനസ് മേഖലകളിലേക്ക് മലയാളി വളർന്നു. ലുലു ഗ്രൂപ്പ് പോലെ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ മലയാളികൾ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. ഗൾഫില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ നിലവാരത്തിൽ കേരളം എത്തണമെന്നില്ല. നമ്മുടെ റോഡുകൾക്ക്, നമ്മുടെ വീടുകൾക്ക്, നമ്മുടെ വിദ്യാഭ്യാസത്തിന് എല്ലാം നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ആ മണലാരണ്യത്തിൽ വിയർപ്പൊഴുക്കിയ പ്രവാസികളോടാണ്. നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവില്ലേ ഒരാൾ, അല്ലെങ്കിൽ ഒരു ഗൾഫ് ഓർമ്മ? ഈ വീഡിയോ ആ പ്രവാസികൾക്കുള്ളൊരു സമർപ്പണമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.